ഞാനൊരു പുതിയ ഡോക്യുമെൻ്റ് എടുക്കുകയാണ്. ഒരു പുതിയ ഡോക്യുമെൻ്റ് എടുത്തു. അതിനെ ഞാൻ സിംഗിൾ പേജ് വ്യൂ ആക്കി. അതുപോലെ തന്നെ അതിനെ ഞാനൊന്ന് പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആക്കാം, കുഴപ്പമില്ല. ലാൻഡ്സ്കേപ്പ് ആക്കി. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണേ. ഓക്കെ, ഡി എന്ന് പറഞ്ഞൊരു ലെറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു, ഒന്ന് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇതിനെ നമുക്ക് എന്താക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ്സ്. കർവായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കർവായിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് അങ്ങ് മാറ്റാം. ഫില്ല് എങ്ങനെ മാറ്റാം? ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ ഫില്ല് മാറും. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ സ്ട്രോക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സ്ട്രോക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്ട്രോക്കും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത ഒബ്ജക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിലോ, മീൻസ് ഈ ഒരു വര വേണ്ടാന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, ബ്രേക്ക് കർവ് എപ്പാർട്ട്, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ഇറ്റ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് 2 പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷേപ്പ് ടൂൾ ഉണ്ട്. ഷേപ്പ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം അല്ലേ. അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. ഏതെങ്കിലും ഒരു കളർ നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റും കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു ബ്ലൂ കളർ കൊടുത്തു. എനിക്ക് സ്ട്രോക്ക് വേണ്ട. ഇവിടെ ഇതാണ് ഫില്ലിൻ്റെ സ്ട്രോക്കിൻ്റെ സംഭവം, കണ്ടല്ലോ. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് റിമൂവ് ആവും. ഒന്നുകൂടെ പറയാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് റിമൂവ് ആവും. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഗ്രേഡിയൻ ടൂൾ ഇതിൻ്റെ അകത്ത് ഏതാണ്, ഇൻട്രാക്റ്റീവ് ഫിൽ. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേഡിയൻറ്റും കൂടെ നമുക്ക് ഒന്ന് ഇവിടെ കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഈ തൽക്കാലം ഈ ഒരു ഗ്രേഡിയൻറ്റ് മതി. Ctrl+C, Ctrl+V മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. 2 ഒബ്ജക്റ്റും കൊണ്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ബ്ലെൻഡ് വരും. ഇതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ബ്ലെൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആവും, കണ്ടല്ലോ. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബ്ലെൻഡ് ഒബ്ജക്ട്സിൻ്റെ അകത്തൊരു 50 കൊടുത്തു. 50 മതിയോ? പോരാ, ഈ എഡ്ജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊരു 250 കൊടുക്കാം. ഇപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, നമുക്ക് വലിയതായിട്ട് അറിയാൻ പറ്റുന്നില്ല. ജസ്റ്റ് മൂവ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വാല്യൂ കൊടുക്കണം അത്രയും വാല്യൂ കൊടുക്കുക. 350 ആണെങ്കിൽ 350 കൊടുക്കുക. ഓക്കെ, ഇതെനിക്ക് ഇനഫാണ്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡി വഴി ഇത് കംപ്ലീറ്റ് ആയിട്ട് കറങ്ങി വരണം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ന്യൂ പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് മൊത്തം കറങ്ങി വരണം അല്ലേ. അപ്പോൾ ന്യൂ പാത്ത് ഉണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് അലോങ് ഫുൾ പാത്ത്, കണ്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ആ ഒരു ഡി എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നു. പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 350 എന്നുള്ള ഞാനൊരു 500 കൊടുത്താലും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ തന്നെ ബ്ലെൻഡിൽ തന്നെ ഇരിപ്പുണ്ട്, കണ്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബ്ലെൻഡിൽ തന്നെ ആ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ നിന്ന് Ctrl+C. ഇതൊരു ഫീല് കിട്ടാത്തതിന് കാരണം ഇതിൻ്റെ അകത്ത് BG ആഡ് ചെയ്തെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഒരു ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അതിൻ്റെ അകത്ത് ഞാനൊരു ഇത് കൊടുക്കാം, എന്താണ്, ഒരു മീൻസ് ഒരു ഗ്രേറ്റ് ഇൻറ്റു കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ പിടിച്ച് ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊടുക്കാമേ. ഷിഫ്റ്റ് പേജ് ഡൗൺ. ഓക്കെ, ഇപ്പോൾ ഒരു ഫീൽ വരുന്നുണ്ടല്ലോ അല്ലേ. ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു ഫീൽ വരില്ല. തൽക്കാലം ഈ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വേണ്ട. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കർവ് എന്തെങ്കിലും ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. സോ Ctrl+C, Ctrl+V അടിച്ചിട്ട് ഞാൻ മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു കർവ് വരയ്ക്കാം. ഫ്രീ ഹാൻഡ് ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു കർവ് വരച്ചെന്ന് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ എനിക്ക് ഇതിൽ കണക്ട് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുനിന്ന് ന്യൂ പാത്ത്, ജസ്റ്റ് ആ പാത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അപ്പോൾ ഒരു പാത്തിൻ്റെ അകത്ത് ഈ ഒരു സംഭവം നമുക്ക് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2 എണ്ണവും എന്താണ്, ഓരോരോ പാത്ത്സ് ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ എഡിറ്റിങ് പോസിബിൾ ആണ്, കണ്ടോ. മനസ്സിലായ സംഭവം? ഇത് എഡിറ്റിംഗ് പോസിബിൾ ആണ്. എങ്ങനെ വേണം, മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷാർപ്പ് ഈ ടൂളുണ്ട്. ഏതാണ്, ഈ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണെങ്കിലും ഇതിനെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സോർട്ട് ചെയ്യാം, ജസ്റ്റ് മൂവ് ചെയ്യാം. ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, സ്മൂത്ത് ചെയ്യാം, കണ്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനതിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണേ. തിരിച്ച് ഞാൻ പോയി, ഓക്കെ, ഒന്നും കൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഫ്രീ ഹാൻഡ് ടൂൾ വെച്ചിട്ട്
ഒരു ഭയങ്കര സ്മൂത്തായിട്ടൊരു കർവ് ഇങ്ങനെ വരച്ചു. ഓക്കെ, കർവ് വരച്ചു. അതിനുശേഷം വേറെ ഏതെങ്കിലും ഷേപ്പ് ഇതിലോട്ട് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പും കൂടെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ്സ്. കർവായിട്ട് കണക്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷേപ്പായിട്ട് തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒരു ഷേപ്പായിട്ട് മാറ്റി. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ, ഷേപ്പായിട്ട് മാറ്റി. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് നമുക്കപ്പം ഇവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ സംഭവം എന്താ? ഇതിനെ ഇതിലോട്ട് കണക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ കൺട്രോൾ സി കൺട്രോൾ വി അത് മൂവ് ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് നമുക്ക് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? ന്യൂ പാത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇതൊരു പാത്തിലോട്ട് കൺവേർട്ടായി. അപ്പോൾ ഒബ്വിയസ്ലി ഇതും ഒരു പാത്തിലോട്ട് കണക്ട് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ന്യൂ പാത്ത് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതും ആ ഒരു പാത്തിലോട്ട് വന്നിരിപ്പുണ്ട്. മനസ്സിലായ സംഭവം? ഒരെണ്ണം കൊടുത്ത ബാക്കിയെല്ലാം നമുക്ക് ഡീഫോൾട്ടായിട്ട് ട്വീക്ക് ചെയ്യാൻ പറ്റും. ആദ്യവും അവസാനവും നമുക്ക് എഡ്ജിനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കണം അത്രത്തോളം നിങ്ങൾക്ക് അതിനെ ചെറുതാക്കാം. ഇത് സെലക്ട് ചെയ്താലും നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ മൂവ് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. ഇതും കൂടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്, ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചു. റൈറ്റ് ക്ലിക്ക്, അറേഞ്ച് അല്ലെങ്കിൽ ഓർഡർ സെൻഡ് ടു ബാക്ക് ഓഫ് ദ ലെയറോ ബാക്ക് ഓഫ് ദ പേജോ കൊടുക്കുക. ഞാൻ ബാക്ക് ഓഫ് ദ പേജ് കൊടുത്തിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഒരു കാരണവശാലും അകത്തെ കർവ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല. നമുക്കിത് ഓക്കെ ആണെന്ന് തോന്നാത്തടത്തോളം നമ്മൾ കർവിനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. സോ ഇതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഓരോ ഏരിയക്കകത്ത് നമുക്ക് ട്വീക്ക് ചെയ്യാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, നമുക്ക് ഷേപ്പ് ടൂൾ ഉണ്ട്. ഷേപ്പ് ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ട്വീക്ക് ചെയ്യാം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യാം. എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്ജിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, ഷേപ്പ്. ആ കറക്റ്റ് കർവ് സെലക്ട് ആയിരിക്കണം. കർവ് സെലക്ട് ആയാൽ മാത്രമേ പറ്റുള്ളൂ. സെലക്ട് ചെയ്തു. ഓക്കെ, അഥവാ നമ്മളിത് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ഓൾ കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താവും? ഇത് സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ട്വീക്ക് ചെയ്യാം. മൂവ് ചെയ്യാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇതിനെ ഡിലീറ്റ് ചെയ്തു. ഇതിന് നമുക്ക് വേണ്ടല്ലോ ബ്രേക്ക് ബ്ലെൻഡ് അപ്പാർട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ജി. ഇതും കൂടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി. ഇത് നമുക്ക് ബാക്കിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, മൂവ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഇതിനെ അങ്ങ് ചെറുതാക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ചെറുതാക്കണേ. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് നമുക്കതിനെ സ്വല്പം മൂവ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്തു. ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെങ്കിൽ എഫക്ട്സിൻ്റെ അകത്ത് നമുക്ക് ഷാർപ്പൺ ചെയ്യണമെങ്കിൽ ഷാർപ്പൺ ചെയ്യാം. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ടെക്സ്ചർ വേണമെങ്കിൽ ടെക്സ്ചർ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പാണല്ലോ അല്ലേ? ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ ബിറ്റ് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ കൺവേർട്ട് ടു ബിറ്റ് മാപ്പ്. ഓക്കെ, ബിറ്റ് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെസൊല്യൂഷൻ 300 ആണ്, RGB ആണ്. ഞാൻ ഓക്കെ എടുത്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എന്തിലോട്ട് കൺവേർട്ടായി? ബിറ്റ് മാപ്പ്. ഇനി എഫക്ട്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എഫക്ട്സും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ടെക്സ്ചറാണ് വേണ്ടത് ആ രീതിയിലുള്ള ടെക്സ്ചർ അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം. ഇപ്പം നോയ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോയ്സ് ആഡ് ചെയ്യാം. ഡിസ്ട്രോട്ട് ചെയ്യണമെങ്കിൽ ഡിസ്ട്രോട്ട് ചെയ്യാം. അപ്പോൾ ഒരു വെറ്റ് പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വെറ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് ഇതാ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വെറ്റ് പെയിൻറ്റിൻ്റെ ഒരു സംഭവം നമുക്കിവിടെ കിട്ടും. കണ്ടോ? നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അത് വെച്ച് അലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടുള്ളൂ. ഷിഫ്റ്റ് പേജ് ഡൗൺ. കണ്ടോ? സെറ്റായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷാഡോ കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഷാഡോ കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഒറ്റ ഒബ്ജക്റ്റ് ആണ്.
ഷാഡോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യാം. ചിലപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് ഏതാണ് നമ്മുടെ ബിറ്റ് മാപ്പാണ് അല്ലേ. ബിറ്റ് മാപ്പ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്ത് ക്ലിപ്പ് ആർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അതിനുശേഷം അപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ മാറ്റം വരുമേ, ഒബ്ജക്റ്റ് മാറിയ ഒരു ചെറിയ മാറ്റം വരും. അതിനുശേഷം നമുക്കൊരു ഷാഡോ കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇരുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇരുന്നത്? ഫസ്റ്റ് നമ്മൾ ഇരുന്നപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്തായിരുന്നു? എന്ത് ഒബ്ജക്റ്റ് ആയിരുന്നു ഫസ്റ്റ്? എന്ത് ഒബ്ജക്റ്റ് ആയിരുന്നു? സാധാരണ 2D ഒബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ 2D ഒബ്ജക്റ്റിൻ്റെ അകത്ത് എനിക്ക് ടെക്സ്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ബിറ്റ് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്തു. ബിറ്റ് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയം നമുക്ക് അതിൻ്റെ അകത്ത് ഷാഡോ കൊടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ റെസൊല്യൂഷനും ഇതും പ്രോപ്പർട്ടി എല്ലാം മാറി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് വീണ്ടും വെക്ടറിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, പിടികിട്ടിയോ?